ഹായ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി. ഞാനിന്ന് നിൽക്കുന്നത് സ്വപ്നേത്ര നേഴ്സറിലാണ് കേട്ടോ. അങ്കമാലിയിൽ നിന്ന് ചാലക്കുടിക്ക് പോകുന്ന വഴിക്ക് ചിറങ്ങരയിലാണ് ഈ സ്വപ്നേത്ര നേഴ്സറി. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല വലിയൊരു പ്രതിമ ഇവരോട് വെച്ചിട്ടുണ്ട്. നേഴ്സറിയുടെ സൈഡിൽ ആമ്പലും താമരയും നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്ന നമുക്ക് കാണാം കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മദർ പ്ലാന്റിൽ ഫ്രൂട്ടുകളൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ ഒരുപാട് തൈകൾ ഇവിടെ സെയിലിനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർ. ഒരുപാട് ഇനം പഴവർഗ്ഗ ചെടികളുടെയും പൂച്ചെടികളുടെയൊക്കെ മദർ പ്ലാന്റ് നിറയെ കായകളും ഫലങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ഗുണമേന്മയുള്ള തൈകളൊക്കെ ഇവർ സെയിലിനായിട്ട് റെഡിയാക്കി വെക്കുന്നത്. നമ്മൾക്ക് ഇവിടുന്ന് ഉറപ്പായിട്ടും നല്ല കായ്ഫലമുള്ള ചെടികൾ ഉറപ്പിച്ച് മേടിക്കാവുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇതിക്ക് മുമ്പ് ചെടികളൊക്കെ വാങ്ങാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ചെടികളും ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും നമ്മളിവിടെ തൈ വാങ്ങിക്കാനായിട്ട് വീണ്ടും വന്നത്. ഇതൊരു ചെറിയ നഴ്സറി ഒന്നല്ല കേട്ടോ. ഇത് 4.5 ഏക്കറോളം ഉള്ള സ്ഥലത്താണ് ഈ നഴ്സറി ഇവിടെ ഉള്ളത്. ഒത്തിരി സ്ഥലം നമുക്ക് നോക്കി നടന്ന് കാണാനായിട്ട് ഒത്തിരി മദർ പ്ലാന്റുകൾ നിറച്ച് കായകളുണ്ടായി നിൽക്കുന്ന നമുക്ക് നടന്ന് കാണാവുന്നതാണ്. ഇവിടെ തൈകൾ വാങ്ങാനായിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒത്തിരി അന്നത്തേക്കാൾ ഒത്തിരി സെറ്റപ്പ് കൂടുതലായിട്ട് ഞാൻ കണ്ടു. തൈകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ മദർ പ്ലാന്റുകളൊക്കെ നിറച്ച് കായ ഉണ്ടായി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോ ഒന്ന് നിങ്ങളിലേക്കൂടി ഷെയർ ചെയ്യാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ഈ വീഡിയോ ആയിട്ട് എടുത്തേട്ടോ. അതേപോലെ തന്നെ ഇവിടെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് മാവിൻ തൈകളാണ് കേട്ടോ. അതുപോലെ പ്ലാവും. മാവിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി. ഞാൻ ഒത്തിരി നഴ്സറികൾ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. എന്നിരുന്നാലും അവിടെയൊക്കെ കാണാത്ത രീതിയിലുള്ള പല വിവിധ ഇനം തൈകൾ, നമ്മൾ കേൾക്കാത്ത പോലെയുള്ള തൈകൾ ഇവിടെ നമ്മൾക്ക് കിട്ടുന്നതാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും കയറി നോക്കേണ്ടതാണ്. അതേപോലെ തന്നെ പ്ലാവിൻ്റെ തൈകളും ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ കമുകിൻ്റെ തൈകൾ, അടയ്ക്കാമര തൈയും തെങ്ങിൻ്റെ തൈകളൊക്കെ ഒത്തിരി ഇവിടെയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാവുകളാണ്. നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള മാവുകൾ വരെ ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി കാണുക. വാങ്ങിയില്ലെങ്കിലും ഒന്ന് കയറി കണ്ടിട്ട് പോകണം കേട്ടോ ഈ നഴ്സറിയിൽ. ഇവിടെ നല്ല ഭംഗിയിൽ നല്ല അക്വേറിയമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. അതേപോലെ തന്നെ പിന്നെ പൂച്ചെടികൾ ഇവിടെ മറ്റേ ഫലവൃക്ഷം ഉള്ളതിനേക്കാളും ഒപ്പം തന്നെ പൂച്ചെടികളും ഉണ്ട്. ഒത്തിരി പൂച്ചെടികൾ ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒത്തിരി റോസുകളും ഒക്കെ കണ്ടു. റോസുകൾക്കൊക്കെ കവറിലുള്ള റോസുകൾക്ക് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ. കവറിലുള്ളതിന് 4 എണ്ണത്തിന് 100 രൂപയായിട്ടാണ് ഇവരോട് കൊടുക്കണേ. പിന്നെ അതുകൂടാതെ വലിയ ചട്ടികളിലും റോസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് വില കൂടുതലാണ്. ഇവിടെ പല രീതിയിലുള്ള റോസുകളൊക്കെ ഉണ്ട്. പിന്നെ റംബൂട്ടാനൊക്കെ ഇവിടെ വലിയ മരങ്ങളുമ്മേ വലയിട്ട് നിർത്തിയേക്കാണ്. ഒത്തിരി ഫ്രൂട്ട്സുകൾ അതുമ്മേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വലയിട്ടൊക്കെ നിർത്തിയേക്കാണ്. അത് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് അവിടെ. പിന്നെ ഇവിടെ വലിയൊരു കുളമുണ്ട്. കുളത്തിൽ നിറച്ച് മീനുകളുണ്ട് ഇതിനകത്ത്.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ.